ഇന്ന് ഞങ്ങളുള്ളത് പൂന്താനം ഇല്ലത്താണ്. പൂന്താനത്തിനെ പറ്റി മലയാളികൾക്ക് യാതൊരു ഇൻട്രൊഡക്ഷനും ആവശ്യമില്ല. ഗുരുവായൂരപ്പൻ്റെ വളരെ ഇഷ്ടപ്പെട്ട ഭക്തനായിരുന്ന പൂന്താനത്തിൻ്റെ രചനയാണ് ജ്ഞാനപ്പാന. കീഴാറ്റൂർ എന്ന് പറഞ്ഞ് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ ഒരു പെരിന്തൽമണ്ണയ്ക്ക് അടുത്തുള്ള ഒരു സ്ഥലത്താണ് ഈ ഇല്ലമുള്ളത്. അദ്ദേഹം ഇവിടെ ഇരുന്നാണ് ജ്ഞാനപ്പാന എഴുതിയതും അദ്ദേഹം ഇവിടെയാണ് മെഡിറ്റേറ്റ് ചെയ്തതും ഒക്കെ അങ്ങനെയാണ് സങ്കല്പം. ഇതിപ്പോൾ ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഒരു മ്യൂസിയം പോലെയാണ്. പൂന്താനത്തിനും ഭാര്യയ്ക്കും വളരെ കാലമായിട്ട് കുട്ടികളില്ലാത്ത വിഷമായിരുന്നു. അപ്പം ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചിട്ട് അവർക്കൊരു ആൺകുട്ടി ഉണ്ടായി. പക്ഷേ വളരെ പെട്ടെന്ന് ഒരു കൊല്ലം ആവുന്നതിന് മുമ്പ്, ഒരു വയസ്സാവുന്നതിന് മുമ്പ് ആ കുട്ടി പെട്ടെന്ന് മരിച്ചു. അപ്പോൾ വളരെയധികം മനസ്സ് വേദനിച്ചിട്ട് അദ്ദേഹം ഗുരുവായൂരപ്പനെ കുട്ടിയായിട്ട് സങ്കല്പിച്ചു. അങ്ങനെ ഉണ്ടായതാണ് ഈ ജ്ഞാനപ്പാന അദ്ദേഹത്തിന് എഴുതാനുള്ളൊരു കാരണം. അപ്പം അതിലൊരു വഴി പ്രത്യേകം അദ്ദേഹം എഴുതുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ കുട്ടികൾ മറ്റു വേണമോ മക്കളായിന്ന്. അത് വായിച്ചാൽ നമുക്ക് കണ്ണ് നിറയാത്തവരാരും ഉണ്ടാവില്ല. ഇതാണ് ഇല്ലത്തിനകത്തേക്ക് കയറുന്നത്. പക്ഷെ അവിടെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അവിടെ നാലുകെട്ടും പഴയ മാനുസ്ക്രിപ്റ്റ്, അങ്ങനത്തെ കസേരകൾ, അങ്ങനത്തെയൊക്കെ അവർ സ്റ്റോർ ചെയ്ത് വച്ചിട്ടുണ്ട്. അപ്പം ഇവിടെയാണ്, ഈ സ്ഥലത്താണ് പൂന്താനത്തിന് മോക്ഷം കിട്ടിയത്. ഉണ്ണികൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ട് കൊണ്ടുപോയത് എന്നാണ് വിശ്വാസം. അപ്പോൾ ഇതാണ് ആ സ്ഥലം. അപ്പോൾ വളരെയധികം മനസ്സിനൊരു സന്തോഷം തോന്നി ഇവിടെ വന്ന് ഇത്രയും ഭക്തനായ പൂന്താനത്തിൻ്റെ ഇല്ലം കാണാൻ പറ്റിയതിൽ.